ഇവരൊക്കെ തറു ബിസിനസ്മാൻമാരാണ്. പക്ഷേ നാടകം, സിനിമാ നിർമ്മാണം, അങ്ങനെ വൈദ്യശാലകൾ ഒക്കെ കിടക്കുകയാണ്. കലാകാരൻ, അതെ ഞാൻ പറഞ്ഞ കലാകാരൻ, അതുപോലെ സിനിമാ നടൻ, സിനിമാ പ്രൊഡ്യൂസർ, ഇങ്ങനെ ബഹുമുഖമായ അവസ്ഥയാണ്. ഈ പ്രയോറിറ്റി ഫിക്സേഷൻ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഏതിലാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്? കാരണം ഷാജിയൊക്കെ പാട്ട് പാടുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്തും അവിടെ ഐഫോണിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളുമായിട്ട് അവിടെ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഈ പ്രാവശ്യം ബൾക്ക് പർച്ചേസ് ചെയ്താൽ എങ്ങനെ പറ്റും എന്നുള്ളത്. മറൂഫ് മാറ്റമല്ല, മറൂഫ് ആ സമയത്ത് നാഷണൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയായിരിക്കും. ഈ അനുവേട്ടൻ ഇവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം മൾട്ടി ടാസ്ക്കാണ് ഇതൊക്കെ. ഈ സമയത്ത് ഒരു ബിസിനസ്മാൻ്റെ മുൻപിലുള്ള ചാലഞ്ച് and the remedy, please. Thank you for the opportunity. ഞാൻ മൾട്ടി ടാസ്ക് ചെയ്യാൻ തുടങ്ങിയത് തുടക്കകാലത്തിലല്ല. ഇവരൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ച്, കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, ഒരു ടാക്സി വരെ ഓടിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷെ അന്ന് മുതലേ ആക്ടിങ് എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പോൾ അത് കൂടെ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ടാക്സി ഓടിച്ച കാലത്ത് തന്നെ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ചു. കാരണം ഞാൻ ഓടിക്കുന്നേക്കാൾ നല്ലത് മറ്റൊരാളെ കൊണ്ട് ഓടിച്ചാൽ ആ സമയത്ത് ഇനി വേറെ ഓർഡേഴ്സ് കിട്ടാനും മറ്റുള്ള ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുമെന്ന് അത്ര 19 വയസ്സുള്ളപ്പോൾ പഠിച്ച ആളാണ്. അപ്പം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് ശരിക്ക് വിജയിച്ചിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓരോ മേഖലയിലും ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടെങ്കിൽ അത് മേൽനോട്ടം വഹിക്കാനും അവിടെ രോഗികളെ ചികിത്സിക്കാനും ആ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരാണുള്ളത്. അവിടെ എൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ആണെങ്കിലും വർഷങ്ങളായി എന്നോടൊപ്പം എന്നേക്കാൾ കൂടുതൽ തൊഴിൽ പഠിച്ച ആളുകൾ അവിടെയുണ്ട്. അങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരുമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ അഹമ്മദക്കയുടെ കൂടെ തമിഴ്നാട്ടിൽ മലബാർ ഗോൾഡ് വന്നപ്പോൾ ഞാൻ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വിട്ടു. കാരണം എനിക്കത് പ്രയോറിറ്റി ആയി തോന്നിയില്ല. കാരണം എൻ്റെ മേഖല വേറെയാണെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ നവാസ് മീരാൻ 96-ലാണെന്ന് തോന്നുന്നു ടൈൻ്റെ ഒരു പ്രോഗ്രാമിൽ വെച്ച് എന്നോട് ചോദിച്ചു, കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്യുന്നവർ എങ്ങനെയാണ് ഇങ്ങനെ ലോകം മുഴുവൻ പിടിച്ചെടുക്കുന്നത്, കേരളത്തിനകത്തുള്ളവർക്ക് അത് സാധിക്കത്തില്ല എന്ന്. ഇന്ന് അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞു. ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തർ വളർന്നിട്ടുള്ളത് അവരവരുടെ മേഖലയിൽ. അപ്പോൾ എനിക്ക് ഇന്ന് പിന്നെ താങ്ക്സ് ടു ടെക്നോളജി, മൊബൈൽ പോലെയുള്ള, ഇപ്പം ഞാനൊരു സിനിമ ഷൂട്ടിങ്ങിന് 14 മണിക്കൂർ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമേ ക്യാമറയെ അഭിമുഖീകരിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി സമയം നമ്മൾ വർക്ക് ചെയ്യാം. ബിസിനസ് മീറ്റിംഗ് പോലും അവിടെ നടത്താം, സൂം മീറ്റിംഗ് നടത്താം, കാണാനുള്ള ആളുകൾ അവിടെ വരാൻ പറയാം. അപ്പം അതൊന്നും എൻ്റെ വർക്കിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പം ഈവൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനൊരു പുസ്തക രചനയിൽ ഏർപ്പെട്ടിരുന്നു, യു ടേൺ എന്നുള്ള. ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരു പുസ്തകം എനിക്ക് എഴുതാൻ കഴിയുമെന്ന്. അതിനും സമയം കണ്ടെത്തി വായന കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പം അവിടെ തമിഴ്നാട്ടിലെ CEO ഫോറത്തിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു പാർട്ട് ടൈം ബിസിനസ്മാൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി എല്ലാവർക്കും സംസാരിക്കുമ്പോൾ ബിസിനസ് മാത്രമേ സംസാരിക്കാനുള്ളൂ, പിന്നെ 22 മണിക്കൂർ ജോലി ചെയ്താലും സമയം തികയുന്നില്ല എന്നാണ്. പക്ഷെ ഞാൻ തുറന്നു പറയുന്നു, എനിക്ക് ഇപ്പോഴും ഫ്രീ ടൈം ഉണ്ട്. ഇവരുമായിട്ട് ഒത്തുപോകാൻ ചില പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും കഴിഞ്ഞുള്ള അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്നോളജി, ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു. പക്ഷെ മാനസികമായിട്ട് നമ്മളതിന് തയ്യാറായി. ചെറുപ്പക്കാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് നമ്മൾ ഇന്നിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നു, പല മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അനുകൂല നിലപാട് എടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ എൻ്റെ വീട്ടിൽ ഒരു ഫാമിലി ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടി വന്നു. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ബിസിനസ്സിലോട്ട് വരുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ അതേസമയം കഴിവുകളുണ്ട്. എൻ്റെ മൂത്ത മകളുടെ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ഫ്രീ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഡോക്ടറാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവൾ ഞാൻ അറിയാതെ സയൻസ് ഗ്രൂപ്പിൽ നിന്ന് കോമേഴ്സിലേക്ക് മാറി. സ്കൂൾ ഫസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കോമേഴ്സ് എടുത്താൽ നല്ലതല്ലേ, നമുക്ക് ബിസിനസ്സിലേക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. അത് നല്ല മാർക്കോടുകൂടി, സ്റ്റേറ്റ് റാങ്കോടുകൂടി തന്നെ പാസ്സായി ബികോമിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ബികോമിന് പോയി ചേർത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ലോ പഠിക്കണം.
അപ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പോൾ നാഷണൽ ടെസ്റ്റൊക്കെ എഴുതണം, ലോ ടെസ്റ്റ് എഴുതി പാസ്സാവുന്നൊന്നും അത്ര എളുപ്പമല്ല, കുടുംബത്തിൽ ലോയേഴ്സ് ഇല്ല. പക്ഷെ അവൾ അതും റാങ്കോട് കൂടി പാസ്സായി ലോ പഠിക്കാൻ ചേർന്നു. അത് കഴിഞ്ഞ് എൻറോൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഹൈക്കോർട്ടിൽ ചെന്നൈയിൽ എൻറോൾ ചെയ്തു. അപ്പോഴാണ് പറയുന്നത്, അനുപേട്ട, ഒരു നറേറ്റീവ് വളരെ വ്യാപകമായി കുറച്ചു കാലം പ്രചരിച്ചാണ് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ഒരു ബിസിനസ് ഇവിടെ സക്സസ് ചെയ്യൽ വലിയ ടാസ്ക്കാണ്. പക്ഷേ അതേ സമയത്ത് ഷാജിയും സക്കീറും മറൂഫും അത് അപ്പുറത്ത് കാരാണ സുലൈമാനൊക്കെ ഉണ്ട്, എല്ലാ ആൾക്കാരും, വിഷ്ണു ഉണ്ട്, ഇവരെല്ലാം വിജയിക്കുന്നുമുണ്ട്. ഈ നറേറ്റീവ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിനെതിരാണ്. അങ്ങാണെങ്കിൽ കേരളത്തിലും ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്നാൽ തമിഴ്നാട്ടിലും ബിസിനസ് ചെയ്യുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ബിസിനസ്സിന് അത്ര വലിയൊരു ഒബ്സ്റ്റാക്കിൾ ഉണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യണം? കാരണം ഇവർക്കെല്ലാം അതിൻ്റെ സൂത്രവാക്യം പറഞ്ഞു കൊടുത്ത് നന്നായിരിക്കും. പറഞ്ഞത് ശരിയാണ്. ഞാൻ കേരളത്തിന് പുറത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. വിദേശത്തു നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെ ബിസിനസ് ചെയ്യാനും പ്രതിസന്ധികളുണ്ട്. അത് ആദ്യം പഠിക്കണം. ഒരിക്കൽ മുഖ്യമന്ത്രി ക്ലോസ്ഡ് ഡോർ ഡിസ്കഷൻ ടൈമിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ തൊഴിലാളികൾക്കല്ല ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഇൻവെസ്റ്റേഴ്സിനാണ്. ചില ബാലപാഠങ്ങൾ പഠിച്ചിട്ട് വേണം ഈ രംഗത്തേക്ക് ഇവിടെ ഇറങ്ങാൻ. അത് സർക്കാരിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അത് ഞങ്ങളെപ്പോലുള്ളവർക്കേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിമിക്സ് ഒരിക്കലും ഇവിടെ ഫാക്ടറി ഉണ്ടായിരുന്നില്ല. 9 വർഷം മുമ്പ് മേളം ഏറ്റെടുത്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങുന്നത്. അതിനുശേഷം സഞ്ജീവനം വിറ്റത് വളരെ ഭംഗിയായി കേരളത്തിലാണ് കൂടുതലും. അപ്പോ 9 കൊല്ലം മുമ്പ് ഞാൻ മേളം ഫാക്ടറി ഏറ്റെടുക്കുന്ന ദിവസം പോലും അവിടെ സമരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ 9 കൊല്ലമായിട്ട് അവിടെ ഇന്ന് വരെ ഒരു ദിവസം പോലും പണി മുടങ്ങിയിട്ടില്ല. പ്രൊഡക്ടിവിറ്റി 40% കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊരു പക്ഷേ മാനേജ്മെന്റിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ അത് നടത്തുന്ന രീതിയിൽ തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം, ഇവിടെ പറഞ്ഞ മാതിരി അവർക്ക് ശമ്പളം, അവരുടെ ബോണസ്, മിനിമം കൊടുക്കേണ്ട, ലീഗലി കൊടുക്കേണ്ട കാര്യങ്ങൾ, അവരുടെ കുടുംബവും നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്ത, അതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാനിവിടെ ഇപ്പൊ സഞ്ജീവന ആയുർവേദ ഹോസ്പിറ്റലായാലും ഇത്രയധികം ആളുകൾക്ക് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. എല്ലാം മലയാളികളാണ്. ബാക്കി ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഹിന്ദിയിൽ ചോദിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഞാൻ മലയാളികൾക്ക് മാത്രമേ കേരളത്തിൽ ജോലി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് വിദേശത്തുനിന്ന് വരുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും നല്ല സർവീസ് ഇവിടെ കിട്ടുന്നതെന്ന്. അപ്പൊ മലയാളിയെ ബീറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല. അവര് കേരളത്തിന് പുറത്തു പോയിട്ടാണ് ഇത്രയും കാലം അത് ചെയ്തിരുന്നത്. പക്ഷെ കേരളത്തിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് തെളിയിച്ചവരാണ്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിനെ കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്. വലിയ വലിയ ഇൻഡസ്ട്രീസ് വരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത് ഡൽഹിയിൽ നടന്ന പ്രവാസി സംഗമത്തിൽ ഒരു 100-300ഓളം പ്രവാസി ഇൻവെസ്റ്റേഴ്സ് ഉള്ള സ്ഥലത്ത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. അത് ഭീകരമായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ഇതൊന്നുമല്ല പ്രശ്നം. കേരളത്തിന് പുറത്തുള്ള ഞങ്ങളെപ്പോലുള്ളവർ കേരളത്തിൽ ബിസിനസ് ആരംഭിച്ചാൽ ഇത് ഏറ്റെടുക്കാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറാണോ എന്നുള്ളതാണ്. ലോകത്തിലുള്ള ഒരാൾ പോലും കൈപൊക്കിയില്ല എൻ്റെ മക്കൾ ഇത് ഏറ്റെടുക്കുമെന്നുള്ളൂ. അവർക്ക് 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പഠിക്കാൻ വിദേശത്ത് പോകണം. ആ പഠിപ്പ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്. ഒരുപക്ഷെ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ പോലും അവർ തയ്യാറാണ്. ഇവിടെ വലിയ ബിസിനസ് ഉള്ള ആളുടെ മകനായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടുത്തെ ജീവിത രീതി, അവരുടെ സാഹചര്യങ്ങൾ, ഇവിടെ ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അനുപേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ശാന്താമോണിക്കയുടെ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം അഭ്യസ്ത വിദ്യരായ മുഴുവൻ ചെറുപ്പക്കാരും കേരളം വിടാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഭൂരിപക്ഷം ആൾക്കാർ ഇന്ത്യ വിടാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റഡി അബ്രോഡ്, ജോബ് അറ്റ് അബ്രോഡ്. ഇതാണ് പൊതുവെ അവസ്ഥ. ഇപ്പോൾ അനുപേട്ടൻ്റെ ഒരു സെക്കൻഡ് ജനറേഷനിലെ കുട്ടി കേരളത്തിലോ തമിഴ്നാട്ടിലോ ചെന്നൈയാണല്ലോ അങ്ങയുടെ സ്ഥലം, നിൽക്കാത്തൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ഗുണപരമായ മാറ്റത്തിലൂടെ, കേരളത്തിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ ഈ ഒരു പലായനം ഒഴിവാക്കൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വരുമ്പോൾ ഒരു ബ്രാൻഡിൽ കൂടി നമുക്ക് സ്പർശിച്ചു പോകണം. കാരണം ദ കാലിക്കറ്റ് ക്ലബ് കോർപ്പറേറ്റ് വേൾഡ് എന്നാണ് ഈ സെഷൻ്റെ തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് നമ്മൾ മലയാളികൾ യഥാർത്ഥത്തിൽ മാറി തുടങ്ങിയോ? കേരളത്തിലെ ബിസിനസ് ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലത്തുനിന്ന് വിട്ടു അമ്മാത്തെത്തിയിട്ടില്ല. ഫാമിലി ബിസിനസ് ആണോ? ഫാമിലി ബിസിനസ് ആണ്. എന്നാൽ കോർപ്പറേറ്റ് ആയോ? കോർപ്പറേറ്റ് ആയില്ല. ഇതിനിടയിൽ കിടന്ന് ചക്രയാസം വലിക്കുമ്പോൾ എഡിൻബറോയിൽ പോയിട്ട് MBA ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു ലോ വിത്ത് MBA വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതിന്റെ ഇടയിൽ കല്യാണവും കഴിഞ്ഞു ഒക്കെ. പക്ഷെ ഇന്നിപ്പോൾ അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവള് പെറ്റ് പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. പ്രൊഫഷണലി
അവള് പട്ടിയും പൂച്ചയും വരച്ച് വിറ്റ് കാശുണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ അവളോട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക, നീ എന്തെങ്കിലും ഇത് നിർത്തുവോ? അപ്പൊ അത് ചോദിക്കുന്നത് തന്നെ ദേഷ്യം വരും. കാരണം അത് യു ആർ ഇൻസൾട്ടിങ് മീ. കാരണം അത് ഇറ്റ്സ് നോട്ട് എ ഹോബി, ഇറ്റ്സ് എ പ്രൊഫഷൻ. അപ്പൊ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിലൂടെ ബിസിനസ് പഠിക്കുന്നുണ്ട്, നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ഡെസ്പാച്ച് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പൊ ഇത് അതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതിൽ മരുമക്കളിൽ ഒരാൾ താല്പര്യമുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആൾ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാവിയിൽ ഞാൻ ഇവരിൽ രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെ വലിയ വളർച്ചയിലേക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഉള്ളത് നമ്മുടെ ആയിരക്കണക്കിന് പേര് ഇപ്പൊ തന്നെ ഉണ്ട്. അവരെ മാനേജ് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അത് 10,000 ആക്കാൻ എനിക്ക് പേടിയുണ്ട്, താല്പര്യമില്ല. അപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ നടത്തുന്നു. പിന്നെ ഞാൻ ഔട്ട്സൈഡ് ഫണ്ടിങ്ങിന് പോയിട്ടില്ല, ബാങ്ക് ബോറോയിങ്സും ഇല്ല. സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ഇതുവരെ വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആകെയുള്ളൊരു ഗുണം, നവാസ് നേരത്തെ പറഞ്ഞ മാതിരി രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നു, യാതൊരു പ്രശ്നവുമില്ല. ആകെ പൈസ കിട്ടാത്തത് കേരളത്തിലെ സപ്ലൈകോന് മാത്രം നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചു കിട്ടാത്തതിന്റെ ഒരു വലിയ ക്ഷീണം ഇപ്പോൾ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങൾക്ക് 1 രൂപ പോലും പിരിഞ്ഞു കിട്ടാനില്ല, 1 രൂപ പോലും എനിക്ക് കടവുമില്ല. അപ്പൊ എന്റെ ടേൺ ഓവർ, എന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അത് എന്റെ അസറ്റാണ്. ഞാൻ ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഔട്ട്സൈഡ് ഫണ്ടിങ് കൊണ്ടുവരാത്തത് കൊണ്ട് ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിൽ മാത്രം ചർച്ച ചെയ്ത് നമുക്ക് വ്യക്തിപരമായിട്ട് അതേസമയം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ ഇവർ പറയുന്ന 50,000 കോടിയിലേക്കൊന്നും ഒരു കാലത്ത് ഞാൻ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഫാമിലിയുടെ സപ്പോർട്ട് ബിസിനസ്സിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഈ ഫാമിലി ഫങ്ഷൻസ് പലപ്പോഴും മിസ് ചെയ്യേണ്ടി വരും. ഭാര്യ പറയുന്നത് പോലെ ചില പരിപാടികൾക്ക് എത്താൻ പറ്റില്ല. എന്നാൽ ഭാര്യയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ബിസിനസ് ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ ഷാജി ഹാപ്പി ആയിരിക്കണമെങ്കിൽ ഒന്ന് ഉമ്മ അസുഖമാണ്, ഭാര്യയും കൂടി ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതെല്ലാവരും, ഞാൻ ഷാജി എനിക്ക് ഫാമിലിയായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഷാജിയുടെ പേര് പറഞ്ഞില്ല. ഇത് ആരുടെ കാര്യം എടുത്താലും, സുലൈമാൻഖാൻ്റെ കാര്യം എടുത്താലും. അപ്പോൾ ഈ ഫാമിലിയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോലെ ഒരു വലിയ ടാസ്ക് ആണല്ലോ. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഏറ്റവും നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ? ഇതിൽ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്ന ആൾക്ക് പറയും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പലർക്കും അറിയില്ല, എന്റെ ബ്രാൻഡ്, മെഡിമിക്സ് ബ്രാൻഡിന്റെ ഓണർ തന്നെ എന്റെ ഭാര്യയാണ്, എന്റെ പേരിലല്ല. അപ്പൊ ഞാനത് നിർബന്ധമായിട്ട് ഇപ്പോഴും ഭാര്യയുടെ പേര് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പൊ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. അതുപോലെ തീർച്ചയായിട്ടും, കാരണം ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റിപ്പോയാൽ കാര്യം മൊത്തം മാറിപ്പോകുമല്ലോ. പക്ഷെ ആ ഒരു ധൈര്യത്തിലാണ്, ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും 100% ഷെയർ ഭാര്യയുടെ പേരിൽ തന്നെയാണ് ഇരിക്കുന്നത്. മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ആ രംഗത്ത് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. കാരണം വളർച്ചയെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഒരു നിഷ് മാർക്കറ്റിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ കൃത്യമായൊരു ധാരണ അവിടെ ഞങ്ങൾക്കുണ്ട്. പിന്നെ കുടുംബത്തിൽ ഇപ്പൊ എൻ്റെ പാഷൻ ആക്ടിംഗ് ആണ്, അല്ലെങ്കിൽ സിനിമാ നിർമ്മാണമാണ്. അതൊരിക്കലും ബിസിനസ്സിലെ പണം എടുത്തിട്ടല്ല ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ കമ്പനിയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യും. അതുപോലെ അഭിനയിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് കുടുംബത്തിൽ നിന്ന് അതിന് അനുവാദം കിട്ടും എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പൊ എൻ്റെ കൂടെ ഇപ്പോൾ 50-ലധികം നായികമാർ പലപ്പോഴും എൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ചു കാണും ഇതിനിടയിൽ. പക്ഷെ ഞാനത് ഭാര്യയോട് തുറന്ന് സംസാരിക്കുകയും എൻ്റെ ഇപ്പോഴും ഞാനൊരു നാടകത്തിന്റെ റിഹേഴ്സലിലാണ്. റിഹേഴ്സലിന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും വരെ എൻ്റെ ഭാര്യയും മക്കളും കൂടിയാണ്. മക്കളും ഭാര്യയും എൻ്റെ കൂടെ അഭിനയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ സിനിമ ഞാൻ ചെയ്ത സമയത്ത്, അച്ഛനൊരു വാഴ വെച്ച് ചെയ്ത സമയത്ത് ഞാൻ ഭാര്യയോടാണ് ചോദിച്ചത്, എൻ്റെ കാമുകിയായിട്ട് ആരാ അഭിനയിക്കേണ്ടത് നീ തീരുമാനിക്കാം. ഭാര്യയാണ് ഒരാളെ തെരഞ്ഞെടുത്ത് തരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കാരണം നമ്മള് കുടുംബത്തില് സ്ട്രാറ്റജിയാണ് നമ്മുടെ. അപ്പൊ കുടുംബജീവിതമായാലും വ്യക്തിപരമായ ജീവിതമായാലും ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ഈ യാത്ര ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എറണാകുളത്ത് വന്നു, എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നു, ഇവിടുന്ന് വയനാടില് മറ്റന്നാൾ ഒരു സ്കൂളിന്റെ പ്രവേശനോത്സവം ഉണ്ട്, അവിടുന്ന് മൈസൂർ പോയാണ് വരുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ പലർക്കും അറിയില്ല, ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ പല കുടുംബത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു, പല ചർച്ചകളും ചെയ്യുന്നു, ബിസിനസിന്റെ തീരുമാനങ്ങളിലും എല്ലാത്തിലും ആള് പങ്കാളിയാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ്
കുടുംബം കൊണ്ടുപോകുന്നത്. അപ്പോൾ ബിസിനസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നവാജിനെ വിളിച്ച് പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു 25 കോടിൻ്റെ മേലുള്ളൊരു സംഭവം കിടക്കണം. അപ്പം എന്നോട് പറഞ്ഞു എന്താ അത് അങ്ങനത്തെ ഒരു ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു ഫാമിലിയാണ്, അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം. നവാസി അഹങ്കാരമല്ല, എളിമയോട് കൂടി മാർക്കറ്റിൽ നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോനോട്. നവാസി പറഞ്ഞു സുലൈമാനെ ഒന്ന് റൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരാത്തതും ചെയ്തു. ആ ഒരു വിശ്വാസത ഇന്നും ഈ നവാസിനെ ഇപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ഷാജിയോട് പറഞ്ഞു, ഷാജിയെ ഏറ്റവും നല്ലൊരാളാണ്, നമുക്ക് ഈ ഒരു കോൺക്ലേവിന് വേണ്ട ഒരാളാണ്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു സംഭവം, ചെറിയ സംഭവമല്ല അനൂപ്ജി. അത് പിന്നെ ആ ഒരു സംഗതി ഞങ്ങളിലൊക്കെ വേണം. ഇപ്പോൾ അതിൻ്റെ ഒരു മൈനസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനൊരു ഡോക്ടറെ വീട്ടിൽ പോയി. അപ്പോൾ ആ ഡോക്ടർ മോൻ ഡോറ് തുറന്നിട്ട് ഞാൻ ചോദിച്ചു ഉപ്പുണ്ടോ ചോദിച്ചു. അപ്പോൾ ഡോർ ഒറ്റ അടക്കില്ല, ഉപ്പല്ല, നിസ്കരിക്കാൻ പോയി. ഞാൻ എൻ്റെ ഉപ്പില്ല ആളോട് ചോദിച്ചു ഇയാൾ എവിടുന്ന് പഠിച്ചത്? ഡോക്ടറായി ചോദിച്ചു. 5 കൊല്ലം പഠിച്ചിട്ടാണ് വന്നത്. ഒന്ന് കയറിയിരിക്കാൻ പറയേ, ഒരു വെള്ളം തരേ, ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഒരു 2 കൊല്ലം ഒരു ജനറൽ നോളജ് ക്ലാസ്സിൽ അദ്ദേഹത്തിന് ആക്കിയാൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അല്ല ഭയങ്കര ഒരു ഫീൽ ചെയ്തു. അപ്പോൾ അത് ബിൽഡ് ചെയ്ത നവാസിൻ്റെ മോൻ്റെ പേരെന്തായിരുന്നു ഞാൻ സുബൈൻ, ഭയങ്കര ഉഷാർ. അപ്പോൾ ഷംലാലിനെ പോലത്തെ കുട്ടികളെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ വഹിച്ച പങ്ക് ഒന്ന് ഞങ്ങൾ അറിയിക്കും. ഒന്നത് അനുപേട്ടൻ തന്നെ തുടങ്ങിക്കോ, അതല്ലേ അനുപേട്ടൻ്റെ കാര്യം കൂടുതൽ സുലൈമാൻക്കൊക്കെ അറിയാത്തത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം. അല്ല, എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പെൺകുട്ടികളാണ്. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുണ്ട്, പഠിപ്പുണ്ട്, എളിമയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മുഴുവൻ സമയം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ കുട്ടികളെ പരിപാലിക്കുന്നതിലാണ് അവർക്ക് കൂടുതൽ ശ്രദ്ധ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും ആ ഒരു ലാളിത്യവും ആ ഒരു കുലീനതയും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ വിദേശത്തൊക്കെ പോകുന്ന സമയത്താണ് പലപ്പോഴും കൾച്ചർ മാറി കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ ഒരുപക്ഷെ അത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ താങ്കൾ ഈ പറയുന്നത് പല കുടുംബങ്ങളിൽ, ഇപ്പൊ ഞാൻ വേൾഡ് മലയാളി കൗൺസിലിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു പച്ചക്കറി തന്നെ, ഒരു തക്കാളി ഉണ്ടാകുന്നത് ഭൂമിയുടെ അടിയിലാണോ ചെടിയുടെ മുകളിലാണോ എന്ന് ചോദിച്ചാൽ പോലും അത് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകുന്നു, ഒരു കിണർ കാണാത്ത കുട്ടികൾ, ഒരു കൃഷി കാണാത്ത കുട്ടികൾ, അങ്ങനെയാണ് ഇന്ന് കുട്ടികൾ വളരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ ചെന്നൈയിലാണ്, എൻ്റെ മക്കള് ജനിച്ചത്, എൻ്റെ വൈഫും ജനിച്ചത് ചെന്നൈയിലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേരളത്തിൽ വരും, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. ഞാൻ വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരിക്കലെങ്കിലും അവരുടെ വീടുകളിൽ പോയി കാണാറുണ്ട്. കുടുംബ സംഗമം നടത്തുന്നതിന് പുറമെ ഇതിലൂടെയാണ് ഇങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.